بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. السلام عليكم ورحمة الله وبركاته. പീസ് റേഡിയോ ബലിപെരുന്നാൾ തൽബിയ സ്പെഷ്യൽ സ്റ്റാർ കോസ്റ്റ് ചങ്ങാതിക്കൂട്ടം കൂട്ടുകാരുടെ പ്രോഗ്രാമുമായിക്കൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. പീസ് റേഡിയോ മുക്കം സ്റ്റുഡിയോയിൽ നിന്ന് നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സബീൽ പന്നിക്കോട്. ഒരുപാട് പേരുടെ പ്രോഗ്രാം കൂട്ടുകാരെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇനിയും ഒരുപാട് കൂട്ടുകാർ അവരുടെ പ്രോഗ്രാമുകൾ ഈ ഒരു എപ്പിസോഡിലായിട്ട് അവതരിപ്പിക്കാൻ നമ്മുടെ കൂടെ കാത്തു നിൽക്കുകയാണ്. പീസ് റേഡിയോയിലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങാതിക്കൂട്ടത്തിലെ കൂട്ടുകാരുടെ സ്പെഷ്യൽ പ്രോഗ്രാമുകളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മൾക്ക് പീസ് റേഡിയോയുടെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്ന കൂട്ടുകാരൊക്കെയാണ് എന്നും ആദ്യമായി ഉള്ള പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആരാണെന്ന് നോക്കാം. നമുക്ക് ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമുമായിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നത് കെൻസ വി പി ജാമിയ നദിവിയ ഇടവണ്ണയിൽ നിന്നും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് കെൻസ വി പി. നമുക്ക് കെൻസയുടെ ഒരു കഥയിലേക്ക് കിടക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കഥയാണ് പറയാൻ പോണത്. കഥയുടെ പേര് മുത്തുനബിയുടെ പെരുന്നാൾ സമ്മാനം. ഒരു പെരുന്നാൾ ദിവസം കുറേ കുട്ടികൾ പുത്തനുടുപ്പിട്ട് സന്തോഷത്തോടെ പോകുന്ന കണ്ടു. അപ്പോഴാണ് ഒരു മൂലയ്ക്ക് ഒരു കൊച്ചു ബാലൻ വിഷമിച്ചിരിക്കുന്ന കണ്ടു. കൊച്ചുബാലൻ പറഞ്ഞു, മുത്തുനബിയെ ഉപ്പയില്ലെനിക്ക്, പുത്തനുടുപ്പിട്ട് നടമറയ്ക്കാൻ വിധിയില്ലെനിക്ക്. അത് കേട്ടോടനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെയും കൂട്ടി വീട്ടിലേക്ക് ചെന്നു. അവന്റെ പ്രിയ പത്നിയായ ആയിഷാനെ വിളിച്ചു. ഇന്നാ നിനക്കൊരു പെരുന്നാൾ സമ്മാനം. അവനെ കുളിപ്പിച്ച് പുത്തനുടുപ്പിട്ട് അത്തറും പൂശി എൻ്റെ കൂടെ പള്ളിയിലേക്ക് ഇടാൻ പറഞ്ഞു. പള്ളിയിൽ പോകുന്ന വഴിക്കൂടെ കൊച്ചുബാലൻ പറഞ്ഞു, മുത്തുനബിയെ, എൻ്റെ ഉപ്പ ആരാന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? അപ്പം മുത്തുനബി പറഞ്ഞു, ഈ മെമ്പറിൽ മകളിൽ ഞാൻ കാണും. എന്നെ ചൂണ്ടിക്കാണിച്ച് ഞാനാ നിന്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ മതി. അപ്പം കൊച്ചുബാലന് വളരെ സന്തോഷമായി. ഈ കൊച്ചുബാലൻ്റെ അടുത്ത് കാണിച്ച എല്ലാ കാരണവും നമ്മളെ ജീവിതത്തിൽ അള്ളാഹു പകർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞ എൻ്റെ കഥ അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ലൊരു കഥയാണ് നമ്മളോട് ഇപ്പോൾ നമ്മുടെ കെൻസമോള് അവതരിപ്പിച്ചിട്ടുള്ളത്. കുറേയേറെ പാഠങ്ങൾ, യത്തീമുകളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു പാഠവുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കഥ. പെരുന്നാൾ ആഘോഷിച്ച് ഇറങ്ങി വന്ന നമുക്കൊക്കെ ഒരു പാഠമാണ് ഈ കഥ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും കുറേയേറെ കുട്ടികൾ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കും, നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ നമുക്ക് അടുത്തത് ആരാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഒരു പാട്ടുമായിട്ട് ചങ്ങാതിക്കൂട്ടത്തിൽ നിന്നും നമ്മോട് കൂടെ എത്തുന്നത് മൻഹ മനസ്, ജിയോ HSS എടത്തനാട്ടുകരയിൽ നിന്നും 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്ക് പാട്ടിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ, അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ, ദിമിങ്കിടാടുട്ടു ആടിപ്പടം മിടുമിടുതി ദിമി ബരവണി പിരളിയമാകെ കുൽങ്ങി ദുഃഖ കർമ്മവിധി. അജബ് അജബ് ഇത് പുതുമയോ വിധി, അജബ് അജബ് ഇത് പുതുമയോ കൊടി കൊടി കേട്ട് ബലന്ത് ഇത്തുഷ്ട പടപിട പടപിട പിടുബാദേ. അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ, അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ, ദിമിങ്കിടാടുട്ടു അടിപ്പടം മിടുമിടു ദിമി ദിമി ബരവണി പിരളിയമാകെ കുൽങ്ങി ദുഃഖ കർമ്മവിധി. അജബ് അജബ് ഇത് പുതുമയോ വിധി, അജബ് അജബ് ഇത് പുതുമയോ കൊടി കൊടി കേട്ട് ബലന്ത് ഇത്തുഷ്ട പടപിട പടപിട പിടുബാദേ.
അടലിട ശുജായികൾ നഫർഗലേബൽ പ്രമോടി അടലിട ശുജായികൾ നഫർഗലേബൽ പ്രമോടിച്ചു ചന്തിട്ട് ഒക്കെ തെരുപടി ഹാമിരാജന്നർക്കാബിൽ നട പൊട്ടിക്കാനി പെടലാതെ നട പൊട്ടിക്കാനി പെടലാതെ കലമ്പിച്ചുറ്റപ്പുയുവൻ എടയടയട അതിനുനയണ്ട ചെപ്പിച്ചണമണൈ കുതിക്കൂരം ചെപ്പിച്ചണമണൈ കുതിക്കൂരം അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ ദിമിങ്കിടാടുട്ടു അടിപ്പടം മിടുമിടു ദിമി ദിമി പരവാണി പിരളിയമാകെ കുലുങ്ങി ദുഃഖ കർമ്മ വിധി അജബ് അജബ് ഇത് പുതുമയോ വിധി അജബ് അജബ് ഇത് പുതുമയോ കൊടി കൊടി കേട്ട് ബലന്ത് ഇത്തുഷ്ട പടപിട പടാപിട പിടുബാദേ ഇളം പലം മലകളും പ്രഥമിയ ഭജനിലിൽ പാറി ഇളം പലം മലകളും പ്രഥമിയ ഭജനിലിൽ പാറി അതിനുനയണ്ട ബടി 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 ബേല ബടി 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 ബേല ബിലായിന്തം പട കത്തികൾ പിടി അമിർന്ന് കിരി 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 കിരിശുകൾ പരിശുകൾ കോടാലി ചെമ്പ് ചക്രം കതിറുകളും അസുറാഹും ചെമ്പ് ചക്രം കതിറുകളും അസുറാഹും അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ അറബികൾ സഹാബുകൾ കുതിരകൾ ദിം ദിം ദാദോ ദിമിങ്കിടാടുട്ടു അടിപ്പാടം മിടുമിടു ദിമി ദിമി പരവാണി പിരളിയമാകെ കുലുങ്ങി ദുഃഖ കർമ്മ വിധി അജബ് അജബ് ഇത് പുതുമയോ വിധി അജബ് അജബ് ഇത് പുതുമയോ കൊടി കൊടി കേട്ട് ബലന്ത് ഇത്തുഷ്ട പടപിട പടാപിട പിടുബാദേ. ശുക്രൻ. മാഷാ അല്ലാ, ഒരു പടപട പാട്ടിനായിരുന്നു ഏതായാലും മോള് പാടിയത് അല്ലേ? മൻഹാമനാസിൻ്റെ പാട്ട് ഒരു പടപട, അതായത് ഒരു പൊട്ടിത്തെറിക്കുന്ന പാട്ടായിരുന്നു. മാഷാ അല്ലാ, കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അതെ, ഏതായാലും മാഷാ അല്ലാ നല്ല ഉഷാറായി മോള് പാടിയിട്ടുണ്ട്. ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ വെടിക്കെട്ട് പാട്ട് കൊണ്ട് എണീറ്റ് വന്നിട്ടുണ്ടാവും. പുറക്കൊക്കെ വന്ന ആളുകൾക്കൊക്കെ നല്ല ആസ്വാദനത്തോടു കൂടി ഞെട്ടി എഴുന്നേറ്റ് പാട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു പാട്ടാണ് മൻഹാമനാസ് പാടിയത്. മാഷാ അല്ലാ. അടുത്തൊരു പ്രോഗ്രാമുമായി കൊണ്ട് ചങ്ങാതിക്കൂട്ടം തൽബിയ സ്പെഷ്യൽ മർവ സിയം ഒരു പാട്ടുമായിട്ടാണ് നമ്മോട് ചേരുന്നത്. കണ്ണടച്ചുറങ്ങു വേഗം കടലോളം സ്നേഹമേ, കാത്തിരിക്കയാണു റബ്ബേ കൺമണി പൊന്നുപ്പയേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ണടച്ചുറങ്ങു വേഗം കടലോളം സ്നേഹമേ, കാത്തിരിക്കയാണു റബ്ബേ കൺമണി പൊന്നുപ്പയേ. നവോത്ഥാന വീതിയിൽ നറുവെട്ടം വിതറി വികലമാചാരങ്ങൾക്കെതിരെ പടവാളായി പൊരുതി. നവോത്ഥാന വീതിയിൽ നറുവെട്ടം വിതറി വികലമാചാരങ്ങൾക്കെതിരെ പടവാളായി പൊരുതി. തളരാത്ത മനസ്സുമായി പൊന്നുമോൻ്റെയുപ്പ തൗഹീദിൻ കുളിർക്കാറ്റായി പാരിലെങ്ങുമൊഴുകി. കണ്ണടച്ചുറങ്ങു വേഗം കടലോളം സ്നേഹമേ, കാത്തിരിക്കയാണു റബ്ബേ കൺമണി പൊന്നുപ്പയേ. ഉപ്പയെപ്പോലാകണം നീ, ഉറച്ചു പറയണം നീ,
അഭിമാനിയായിടേണം, അലിവു നിറഞ്ഞിടേണം. ഉപ്പയെപ്പോലാകണം നീ, ഉറച്ചു പറയണം നീ. അഭിമാനിയായിടേണം, അലിവു നിറഞ്ഞിടേണം. അറിവിൻ വാതായനങ്ങൾ കൊട്ടിത്തുറന്നിടേണം. അതിരുകളാകറ്റി നീ മനസ്സുകളിണക്കിടേണം. കണ്ണടച്ചുറങ്ങു വേഗം കടലോളം സ്നേഹമേ, കാത്തിരിക്കയാണു റബ്ബേ കൺമണി പൊന്നുപ്പയേ. വളർത്തേണമേ നീയൻ കുഞ്ഞിനെ നീർവഴിയിൽ, ചൊരിയേണം നിൻ കൃപയി തമസാം ജഗത്തിൽ. വളർത്തേണമേ എൻ കുഞ്ഞിനെ നേർവഴിയിൽ, ചൊരിയേണം നിൻ കൃപയി തമസാം ജഗത്തിൽ. ഒരിക്കലും മൗത്തില്ല നിന്റെ പരലോകത്ത്, ഒരുമിപ്പിക്കണമേ ഞങ്ങളെ ജന്നത്തിൽ. കണ്ണടച്ചുറങ്ങു വേഗം കടലോളം സ്നേഹമേ, തിരിക്കയാണു റബ്ബേ കൺമണി പൊന്നുപ്പയേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാഷാ അല്ലാ, ഒരു താരാട്ട് പാട്ട് എന്ന് പറയാവുന്ന രീതിയിലുള്ള കുറേയേറെ ഗുണപാഠങ്ങൾ കുഞ്ഞു മക്കൾക്ക് നൽകിക്കൊണ്ട് ഒരു ഉമ്മ പാടുന്ന പാട്ട് അവതരിപ്പിക്കുകയായിരുന്നു നമ്മുടെ മർവക്ക് പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ചങ്ങാതിക്കൂട്ടത്തിൻ്റെ അടുത്തൊരു പാട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. അടുത്തതായിട്ട് മെസിൻ മനസ് GOHSS എടത്തനാട്ടുകരയിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മെസിൻ മനസ്. ഒരു പാട്ടുമായിട്ടാണ് നമ്മോട് കൂടി ചേരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രചന OM കരുവാരക്കുണ്ട്. ഇശൽ ചെറിയ കൊടുക്കൽ വലിയ ആശ്വാസം. സുഹ്റ ബത്തൂൽ ജാകിയ റാലിയ ശജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം താരം ഗുരു ശറഫുടനിധി മതി. സന്തോഷ പൊന്തിരുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസൂറ. അഹമ്മദ് പുണർന്ന സുഗന്ധ വല്ലി മികഴ്ന്ന് പുകഴ്ന്ന് കാണി പിറந்த നബിക്കിമ്പം ഫാത്തിമത്ത് സുഹ്റ. മെച്ചമുല്ലക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖി അലി ഹോജ. തരുൾ തരുൾ ബുഷറ നബി തൻ പൊരുൾ മകൾ സുഹ്റ. സുഹ്റ ബത്തൂൽ ജാകിയ റാലിയ ശജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം താരം ഗുരു ശറഫുടനിധി മതി. സന്തോഷ പൊന്തിരുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസൂറ. അഹമ്മദ് പുണർന്ന സുഗന്ധ വല്ലി മികഴ്ന്ന് പുകഴ്ന്ന് കാണി പിറந்த നബിക്കിമ്പം ഫാത്തിമത്ത് സുഹ്റ. മെച്ചമുല്ലക്ഷണം വെച്ചൊരു റോജ മിക മിക തിക തിക സഖി അലി ഹോജ. തരുൾ തരുൾ ബുഷറ നബി തൻ പൊരുൾ മകൾ സുഹ്റ. മാഹിനോർ കരളിൻ്റെ കഷണം എന്നാരുളിടെ മഹിമ താരമതാവൂലങ്കു വെളിപ്പെടെ. താരം പുൽമത വിധി താരം തേനടി മൂടി തിരുഗുരു അവരാൽ പുങ്കൽ മഹിള. മുത്ത് സുജൂദിലാണ്ട് പിത്തണയിട്ടോ
സീറാമിലിട്ട് മുത്തു സുജൂദിലാണ്ട് പിത്തണയിട്ടോർ നീണ്ട് ഒട്ടക്കുടലതുമുണ്ട് സീറാമിലിട്ട് നാളർത്തു നടപടി എതിർത്തു മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പാടച്ചട്ട കൊടുത്തിട്ട് പാടച്ചട്ട കൊടുത്തിട്ട് പുതുമാരൻ ചമയ്തിട്ട് പുറത്ത് കൂടിടലായാലേ പോലി പൂവിക്കിണങ്ങുവതായി സുഹറബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടനിധി മതി സന്തോഷ പൊന്തിരുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസൂറ അഹമ്മദ് പുണർന്ന സുഗന്ധവല്ലി മികഴ്ന്ന് പുകഴ്ന്ന് കാനി പിറം തോൽ നബിക്കുമ്പം ഫാത്തിമത്ത് സുഹ്റ മച്ചമുല്ലക്ഷണം വച്ചൊരു റോജ മിക മിക തിക തിക സഖി അലി ഹോജ താരുൾ താരുൾ ബുശ്റ നബി തൻ പോരുൾ മകൾ സുഹ്റ സഹനത്തിൻ വിളക്കായൊളിലങ്കി തിളങ്ങി സമതിന്റെ അരുൾ പാടി ഇബാദത്തിൽ വിളങ്ങി പിണക്കമിണക്കമേ വെറുതം മുറുതികൾ പരിമള സഹറായി കതിർ സുഹ്റ കട്ടില പാത്രമുണ്ട് അട്ടുതിരിക്കലുണ്ട് ഉപ്പ കൊടുത്തത് കൊണ്ടേ പൊരുത്തമതേ കട്ടില പാത്രമുണ്ട് അട്ടുതിരിക്കലുണ്ട് ഇപ്പ കൊടുത്തത് കൊണ്ടേ പൊരുത്തമതേ സുബർഗ സിരികളിൽ അതിർപ്പം തികന്തവർ സുവിധ കാറ്റങ്ങൾ ഉറയുവതായി സുഹൃതരം നബിക്കതിൽ സുഹൃതരൻ നബിക്കതിൽ ഉരുവിട്ട പൊരുളാലെ ആളുതളുത്തിടലായി ചെറിയുവ തൊഴുതു നിന്തിടലായി സുഹ്റബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടനിധി മതി സന്തോഷ പൊന്തിരുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ കസൂറ അഹമ്മദ് പുണർന്ന സുഗന്ധം വള്ളി മികഴ്ന്ന് പുകഴ്ന്ന് കാനി പിറந்த നബിക്കുമ്പം ഫാത്തിമത്ത് സുഹ്റ മെച്ചമുല്ലക്ഷണം വച്ചൊരു റോജ മിക മിക തിക തിക സഖി അലി ഹോജ താരുൾ താരുൾ ബുശ്റ നബി തൻ പോരുൾ മകൾ സുഹ്റ സുഹ്റബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തരും ഗുരു ഷറഫുടനിധി മതി സന്തോഷ പൊന്തിരുൾ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭി സൂര പൊരുൾ മകൾ സുഹ്റ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായിട്ടുള്ള ഒരു പാട്ടുമായിട്ടാണ് മെസിൻ മനസ്സ് ചങ്ങാതിക്കൂട്ടത്തിൻ്റെ സ്പെഷ്യൽ ഈ എപ്പിസോഡിൽ നമ്മോട് കൂടി ചേർന്നിട്ടുള്ളത്. മെസിൻ മനസ്സിന് പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് അസീലാണ്. മുഹമ്മദ് അസീൽ ചങ്ങാതിക്കൂട്ടം പ്രതിനിധിയായിക്കൊണ്ട് പീസ് റേഡിയോ തൽബിയ ഏത് സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൽ നമ്മോടൊപ്പം ചേരുന്നത് ഒരു പാട്ടുമായിട്ടാണ്. സുല്ലംസലാം ഓറിയൻ്റൽ അരീക്കോട് സ്കൂളിലാണ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അസീൽ. കാരാപ്പറമ്പ് സ്വദേശിയാണ്. നമുക്ക് പാട്ടിലേക്ക് കടക്കാം. ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ഷജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം മുത്ത് റസൂൽ തങ്ങത്തെ
വാരുന്നത് കണ്ട് ഹൂറുന്നിസാനിങ്ങൾ ആടി കളിക്കണ കണ്ട് മുത്ത് റസൂൽ തങ്ങ തേരിൽ വാരുന്നത് കണ്ട് ഹൂറുന്നിസാനിങ്ങൾ ആടി കളിക്കണ കണ്ട് സ്വർണ്ണ കിളികൾ പൂന്തോപ്പിൽ പറക്കണ കണ്ട് സ്വർണ്ണ പല്ലക്കിൽ സുലൈമാൻ നബിയെ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ശജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം കാരക്കത്തോട്ടത്തിൽ തേനാറോയുങ്ങണ കണ്ട് ഒട്ടക കാഫിലകൾ നീങ്ങി വാരുന്നത് കണ്ട് കാരക്കത്തോട്ടത്തിൽ തേനാറോയുങ്ങണ കണ്ട് ഒട്ടക കാഫിലകൾ നീങ്ങി വാരുന്നത് കണ്ട് അയകിൽ ജലാലെന്ന പക്ഷി പറക്കണ കണ്ട് ജിബ്രീൽ വെഞ്ചാമരം വീശി ഇറങ്ങണ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം ഹജ്ജിന്റെ രാവിൽ ഞാൻ കഅബം കിനാവ് കണ്ട് ശജറത്ത് പൂത്ത സുവർഗത്തിൻ വാതിൽ കണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ എനിക്ക് മോഹം ഹൗലുൽ കൗസർ കുടിക്കാൻ എനിക്ക് ദാഹം. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്. മുഹമ്മദ് അസ്സീലിൻ്റെ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജിൻ്റെ രാവിലെ കഅബത്തിന് കിനാവ് കാണുന്നത് നമ്മളൊക്കെ പലപ്പോഴും ഉറക്കത്തിലും അല്ലാതെയൊക്കെ കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു രംഗം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഹജ്ജുൽ അസ്വദിൻ്റെ അടുത്ത് പോകുന്നതും സംസം കിണറിൻ്റെ അടുത്ത് പോകുന്നതും സഫാ മർവൻ്റെ ഇടയിലുള്ള യാത്രയും ഇതൊക്കെ പാട്ടിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന മുഹമ്മദ് അസീലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പീസ് റേഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളുടെ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അടുത്ത ഒരു പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ആരാണ് എന്ന് നോക്കാം. മുഹമ്മദ് അസ്ലമാണ്. അതെ, മുഹമ്മദ് അസ്ലമിനെ നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു ചങ്ങാതിക്കൂട്ടം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മുടെ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് മുഹമ്മദ് അസ്ലമിൻ്റെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ, അതിലെൻ്റുമ്മാൻ്റെ മുഖമേ. ആരീരോ ആരാരിരോ ഉമ്മാൻ്റെ പൂമോനുറങ്ങാരിരോ, ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വ്യതമാറും, ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടിച്ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടിച്ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ
മയ്യത്ത്. ഞാൻ മരിക്കുന്നതാണെൻ്റെ ഹാജത്ത്, ഉമ്മ ഇരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം, തിരകൾ പോലെ വന്ന് മറിയും. തീരാ സ്നേഹമെഴുതി തളരും. എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും. എൻ്റെ ഉമ്മ തൻ വിസർജ്യവും തൊഹൂർ ചെയ്യും. എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും. എൻ്റെ ഉമ്മ തൻ വിസർജ്യവും തൊഹൂർ ചെയ്യും. ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത്, ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത്. ഏതു രാത്രിയും അടയാത്ത മിഴിയൊത്ത്, കുഞ്ഞിനു വേണ്ടി തരുന്നു മുഹബ്ബത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെൻ്റുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ, അതിലെൻ്റുമ്മാൻ്റെ മുഖമേ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്ക്. മുഹമ്മദ് അസ്ലം ഒരു ഉമ്മയുടെ വിയോഗം, ഒരു മകനിലുണ്ടാക്കുന്ന വിഷമങ്ങളെ ഒക്കെ വിവരിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടുമായിട്ടാണ് വന്നത്. കുറേയേറെ നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ നിറഞ്ഞൊലിക്കുന്ന രീതിയിലുള്ളൊരു പാട്ട്. ഏതൊരു പാട്ട് കേൾക്കുമ്പോൾ, ഉമ്മയുടെ താരാട്ട് പാട്ട് കേൾക്കുമ്പോൾ സ്വന്തം ഉമ്മനെ ഓർമ്മ വരുന്ന ഒരു കുഞ്ഞു മോൻ്റെ മനസ്സിലുള്ള വ്യതകളെ വിവരിച്ച് കാട്ടിക്കൊണ്ടുള്ളൊരു പാട്ടുമായിക്കൊണ്ടാണ് മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ചങ്ങാതിക്കൂട്ടം ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ തൽബിയ പള്ളിപ്പെരുന്നാൾ തൽബിയ പീസ് റേഡിയോ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചങ്ങാതിക്കൂട്ടം നടത്തുന്ന ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് അസ്ലമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പീസ് റേഡിയോക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെ മുന്നേറാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ സ്റ്റാർ കോസ്റ്റ് സ്പെഷ്യൽ എപ്പിസോഡ്, ചങ്ങാതിക്കൂട്ടം സ്പെഷ്യൽ എപ്പിസോഡിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം. നമ്മുടെ ഇനി ഒരു കഥയുമായിട്ട് നമ്മുടെ കൂടെ ചേരുന്നത് നുമാ മെഹറിൻ, ALPS മുണ്ടക്കുന്ന് എടത്തനാട്ടുകര സ്വദേശിയായ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂടിയായ നുമാ മെഹറിൻ ഒരു കഥയുമായി നമ്മളിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമല്ലേ? ഞാൻ ഇന്ന് ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനരികിലൂടെ പോകുകയായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഇരുന്നു കരയുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, "ഏ സ്ത്രീ, കരയരുത്, ക്ഷമിക്കൂ." ആ സ്ത്രീ കരയുന്നില്ലായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന്. ആ സ്ത്രീ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിച്ചു, "എന്റെ അവസ്ഥ നിങ്ങൾക്കല്ലല്ലോ വന്നത്, എനിക്കല്ലേ വന്നത്?" നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടാതെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആലോചിച്ചു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനോടല്ലേ ദേഷ്യപ്പെട്ടത്? ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനോട് ക്ഷമ ചോദിക്കാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല, തീർച്ചയായും ക്ഷമ അതിന്റെ ആദ്യഘട്ടത്തിലായിരിക്കും. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും
ക്ഷമയുള്ളവരാവണേ. മാഷാ അല്ലാ, ഇൻഷാ അല്ലാ നമ്മളെല്ലാവരും നല്ല ക്ഷമയുള്ള കൂട്ടുകാരാവാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഉമ്മമോളുടെ കഥയിൽ നമ്മൾക്ക് കുറേയേറെ പാഠങ്ങളുണ്ട്. ഓരോരുത്തരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷമിക്കാൻ പറയുമ്പോൾ എനിക്ക് ബാധിച്ചത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനോട് ആരോ വന്ന് പറയാം റസൂലാണ്. അപ്പോൾ റസൂലിൻ്റെ അടുക്കലേക്ക് പോകുന്നതും അപ്പോൾ റസൂൽ പറയുന്നൊരു മറുപടി ഉണ്ട്. ക്ഷമ എന്ന് പറയുന്നത് അത് വേണ്ടത് എപ്പോഴാണ്? ആദ്യഘട്ടത്തിലാണ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള റിയാക്ട് ചെയ്യാന്നുള്ളതിലപ്പുറം നമ്മുടെ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് സമയത്ത് ക്ഷമിക്കാൻ കഴിയണം. ആദ്യം പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് അയ്യേ ഞാൻ ചെയ്തത് ശരിയായില്ല പറഞ്ഞു പിന്നെ ക്ഷമിക്കുക എന്നുള്ളതല്ല നമ്മളെ കൂട്ടുകാർക്കൊക്കെ വേണ്ടത്. നമ്മളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമയുള്ളവരാകുവാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലേ സബീലെ? അതെ അതെ, ക്ഷമ എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. അതെ, എല്ലാ സമയത്തും നമ്മളെ ശൈത്താൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട് നിൽക്കും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പിടിച്ചു നിർത്തി ക്ഷമിക്കുക, മനസ്സിനെ പിടിച്ചു നിർത്തി ക്ഷമിക്കുക എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു ശക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദേഷ്യപ്പെടുന്ന നല്ല കോപം ഉണ്ടാകുന്ന സമയത്ത് മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരാളാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മല്ലയുദ്ധത്തിൽ ജയിക്കുന്നവനല്ല, അതെ, മറിച്ച് സ്വന്തം മനസ്സിനെ ദേഷ്യത്തിൻ്റെ സമയത്ത് പിടിച്ചു നിർത്തുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത്. അതൊരു ശക്തിയാണ്. അതെ, അത് ഒരു ജിഹാദ് കൂടെയാണ്. അതെ അതെ, ദേഷ്യം ഉണ്ടാകുമ്പോഴൊക്കെ ക്ഷമിച്ച് എവിടെയും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അസ്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പാരായണം ചെയ്ത് കൊടുത്തതിന് ശേഷം മഹാനായ ഇമാം ഷാഫിഈ പോലുള്ള ആളുകൾ പറയും ഈ ഒരു സൂറത്ത് ഉണ്ടായാൽ മാത്രം മതി, ഖുർആൻ വേറൊന്നും ഇല്ലെങ്കിലും. അത്രയേറെ അവിടെ പറയുന്നുണ്ട് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, പരസ്പരം ക്ഷമിക്കുകയും അത് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്രയേറെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ക്ഷമ എന്നുള്ളത്. അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കുഞ്ഞുമോളായ നുമാ മെഹ്റിൻ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു കഥയുമായി കൊണ്ടാണ് ചങ്ങാതിക്കൂട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ചങ്ങാതിക്കൂട്ടം പ്രോഗ്രാമിൽ ഇനിയും കുറേയേറെ എൻട്രികൾ വരേണ്ടതുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു കുറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കഴിയാത്തത് കൊണ്ട് കുറേയൊക്കെ നമ്മൾ എന്ത് ചെയ്താണ് സെലക്ട് ചെയ്ത് മാറ്റി നിർത്തിയതാണ്. ഇനിയുള്ള അവസരങ്ങളിലേക്ക് നമുക്ക് അവരുടെയൊക്കെ എൻട്രികൾ വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ നമ്മുടെ ഈ ചങ്ങാതി കൂട്ടമായിരിക്കും ഇൻഷാ അല്ലാ ഭാവിയിൽ നമ്മുടെ റേഡിയോയുടെ ആങ്കർമാരായിട്ടും ഇതുപോലെ അവതരിപ്പിക്കുന്നവരൊക്കെ ആയിട്ട് മാറാനുള്ള നമ്മുടെ കുഞ്ഞു താരങ്ങളാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി നമ്മൾക്ക് അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നോക്കാം. അടുത്തതായി നമ്മുടെ കൂടെ ഒരു പാട്ടുമായി ഒരു 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ചേരുകയാണ്. ഫാദിയ മറിയം, AMUP സ്കൂൾ, വെട്ടത്തൂർ സ്വദേശിയാണല്ലേ. അപ്പോൾ വെട്ടത്തൂർക്കാരിയായ ഫാദിയയുടെ പാട്ടാണ് നമുക്ക് കേൾക്കാനുള്ളത്. നല്ലൊരു അടിപൊളി പാട്ടായിരിക്കുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഫാദിയ മറിയം. ഞാൻ AMUP സ്കൂൾ വെട്ടത്തൂരിൽ വരുന്നു. ഇനി 7ലേക്കാണ്. വിറക്കുന്നു മേനി പിടക്കുന്നു ദേഹി, ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. വിറക്കുന്നു മേനി പിടക്കുന്നു ദേഹി, ക്ഷമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ്. പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. അറിവിൻ്റെ നൂറേ കനിവിന്നിലാവേ, ഭയക്കേണ്ടതെല്ലാം ഇലാഹുണ്ട് കൂടെ. അറിവിൻ്റെ നൂറേ കനിവിന്നിലാവേ, ഭയക്കേണ്ടതെല്ലാം ഇലാഹുണ്ട് കൂടെ. വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ, ഇരുലോകമാകെ പടച്ചവനല്ലേ. വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ, ഇരുലോകമാകെ
പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. പതിയുടെ ചാരേ കരം കോർത്ത് മെല്ലെ ഹബീബായ മുത്ത് മഹദിയോടൊത്ത്, കരുത്തുറ്റ വാക്ക് ശറഫായോർക്ക് കുളിർ കാറ്റ് നൽകി കിരണങ്ങൾ പുൽകി. കരുത്തുറ്റ വാക്ക് ശറഫായോർക്ക് കുളിർ കാറ്റ് നൽകി കിരണങ്ങൾ പുൽകി. പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തൊന്നണയ്ക്കൂ ഖദീജ. ശുക്രൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഫാദിയ മറിയമിൻ്റെ ഒരു പാട്ട് നമ്മൾ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് പോകുന്നതും ഒക്കെ വളരെ ആസ്വാദ്യകരമായിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ചരിത്രം അങ്ങനെ വരുന്ന രീതിയിൽ അവൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. ജിബ്രീൽ അലൈഹി സ്വലാം വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ചുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വരുന്നതൊക്കെ ആയി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൂടെ ഒന്ന് എന്താ പറയുക തെളിഞ്ഞു പോകാൻ നല്ലോണം മനസ്സിലേക്ക് ഇങ്ങനെ വരച്ച് കാണിച്ചുകൊണ്ടാണ് ഫാദിയ മറിയം ആ പാട്ട് അവതരിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകുന്നതും വിറയ്ക്കുന്നതും ഒക്കെ നിങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ പാട്ട് അവതരിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞു. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. പീസ് റേഡിയോ ടീമിൻ്റെ അഭിനന്ദനങ്ങൾ നമ്മുടെ ഫാദിയ മറിയത്തിന് അറിയിക്കുകയാണ്. അല്ലാഹു തആല പ്രശോഭിക്കാൻ, എല്ലാ മേഖലയും നല്ല രീതിയിൽ പ്രശോഭിക്കാനുള്ള കഴിവ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മൾ എല്ലാവരും പരസ്പരം പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ കൂട്ടുകാരും ഒന്നിനൊന്ന് മികച്ച പരിപാടികളാണ് റേഡിയോയിലൂടെ ഇപ്പോൾ കേട്ടിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു മാഷാ അല്ലാഹ് നല്ല കഴിവുകൾ നൽകിയിട്ടുണ്ട്. അതാണ് കൂട്ടുകാരെല്ലാവരും ഒരു പാട്ടായിട്ടും കഥയായിട്ടും പ്രസംഗമായിട്ടും ഒക്കെ കൂട്ടുകാരെല്ലാവരും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രോഗ്രാമുകൾ നിങ്ങളെന്ത് ചെയ്യുക, ഭാവിയിലും ഒരുപാട് പുതിയ പുതിയ പാട്ടുകൾ പഠിച്ചുകൊണ്ടും പുതിയ പ്രസംഗങ്ങൾ, പുതിയ വിഷയങ്ങളിലെ പ്രസംഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും നല്ല നല്ല കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചകരുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ കഥകൾ പഠിച്ചുകൊണ്ട് മനോഹരമായി അവതരിപ്പിക്കാനും കൂട്ടുകാരെല്ലാവരും സമയം കണ്ടെത്തണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ കൂട്ടുകാരുടെ അവതരണങ്ങൾ, എൻട്രികൾ വരേണ്ടതുണ്ട്. നമ്മൾ ഓർത്ത് വെക്കുക. സ്റ്റാർ ക്വസ്റ്റിലേക്ക് നമ്മൾ കുറേയേറെ പ്രോഗ്രാമുകൾ ഇനിയും വരേണ്ടതുണ്ട്. അതിന് അവസരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കൊക്കെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ സൈനുൽ ആബിദ് മലോറം, ഞാൻ സബീൽ പന്നിക്കോട്. ഇതോടുകൂടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.